സോ ഇതിൽ ആദ്യത്തേത് നമ്മുടെ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. കാരണം നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം നമുക്ക് സേവ് ചെയ്ത് വളരെ സെക്യൂർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഐഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് അത് ഫോട്ടോ ലൈബ്രറിയിലാണ് വരുന്നത്. അതിൽ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോ, വീഡിയോസൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ എടുക്കുന്ന ഫോട്ടോ നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും യൂട്ടിലിറ്റിയിൽ ഹിഡൻ ഫോട്ടോസിൻ്റെ ടാപ്പിൽ നിന്ന്. അതിന് നമ്മുടെ ഫേസ് ഐഡിയോ അല്ലെങ്കിൽ പാസ്കോഡ് അറിഞ്ഞിരിക്കണം. എന്നാൽ ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഫോട്ടോ വാൾട്ട്. ഇതൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിരവധി ഫോട്ടോ വാൾട്ട് എന്നുള്ള പേരിൽ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചുതരാം. എക്സിറ്റായി ഓൾറെഡി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ്, അതായത് ഐഫോണിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പാസ്കോഡിന് പുറമെ മറ്റൊരു കസ്റ്റമൈസ്ഡ് പാസ്കോഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ആർക്കും വളരെ പെട്ടെന്ന് ഗസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതോടൊപ്പം ഫേസ് ഐ ഡി നമുക്കിതിൽ ആക്സസബിൾ ആണ്. ഇതിലേക്ക് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക, നമുക്കൊരു ഫോൾഡർ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം. ഈ ഒരു പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക, ഓപ്പൺ ഗാലറി അല്ലെങ്കിൽ ടേക്ക് ഫോട്ടോ, മേക്ക് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പൺ ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലെ ഫോട്ടോസ് ആക്സസ് ചെയ്യാം. ആവശ്യമുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് ഹൈഡ് ചെയ്യാൻ, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് ഈ ഇമേജസും വീഡിയോസും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നീട് ഇതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് സ്മാർട്ട് ക്ലീനർ. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോട്ടോ ലൈബ്രറി ആക്സസ് ചെയ്യും. സോ അതിനുള്ള ആ ഒരു പെർമിഷൻ നമ്മൾ അലൗ ചെയ്യുക. വൺസ് ഇത് നമ്മുടെ ഫോട്ടോ ലൈബ്രറി ആക്സസ് ചെയ്ത് അവിടെ നിന്ന് വളരെ സിമിലർ ആയിട്ടുള്ള ഫോട്ടോസോ, സ്ക്രീൻഷോട്ട്സ്, ഡ്യൂപ്ലിക്കേറ്റഡ് ഇമേജസ്, വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് ഓരോ ഫോൾഡറാക്കി തരും. അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫോട്ടോസും വീഡിയോസും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അതിലൂടെ നമ്മുടെ സ്റ്റോറേജ് നമുക്ക് കുറേയധികം സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ സെറ്റിംഗ്സിൽ നിങ്ങൾ കാണാം പിൻകോഡ്, ഫേസ് ഐ ഡി ഒക്കെ ഇവിടെ നിന്നാണ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഒരു പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷനാണ്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ഡേ ടു ഡേ അസൈൻമെൻറ്റ്സ്, ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഐഡിയ വാൾട്ട്. സോ ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ടാസ്കിൻ്റെ പേര് കൊടുക്കാം. സോ അങ്ങനെ ഇത് കൊടുത്തുകൊണ്ട് ഇവിടെ ആഡ് ആക്ഷൻ എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ ആഡ് ആക്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സ്റ്റെപ്പുകളുണ്ടോ അതെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഞാൻ ലിസ്റ്റ് ചെയ്തേക്കുന്ന, ഓൾറെഡി ചെയ്തേക്കുന്ന ഒരു ടാസ്ക് ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ഓരോ ദിവസം ഫോളോ ചെയ്യേണ്ട ടാസ്കുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് 4 എണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാം ഫോക്കസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഏത് സ്റ്റേജാണ് ഞാനിപ്പം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ ടാസ്കുകളും നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് ടാസ്ക് റൺ ചെയ്യുന്നത്. റൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ആനിമേഷൻ കാണാം. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് ഫസ്റ്റ് ടാസ്ക്കാണ്. ഇനി അത് കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാസ്ക് എല്ലാം ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന രണ്ടാമത്തെ ടാസ്ക്കാണ്. ഇനി അതും കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ടാസ്ക്. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും അതോടൊപ്പം ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച്, ഇവിടെ 4 ടാസ്ക് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ വാട്ടർ ലെവൽ പൊങ്ങി മേളിലേക്ക് വരുന്ന കാണാൻ സാധിക്കും. ഇനി ആഡ് ചെയ്യുന്ന ടാസ്കുകളെല്ലാം വോൾട്ടിലാണ് വന്ന് കിടക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് അവിടെ നമുക്കൊരു സർക്കിൾ കാണാൻ സാധിക്കും. അതിൻ്റെ പ്രോഗ്രസ് എത്രയായി എന്നുള്ളത് കാണിക്കുന്ന അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്ന ഒരു സർക്കിൾ അവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ബിൽറ്റ് ഇൻ കലണ്ടർ ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് ടാസ്കുകൾ മാനേജ് ചെയ്യാനും അസൈൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് കാണാം ഏതൊക്കെ ടാസ്കുകളാണ് ഇന്നത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്തേക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഇതിൽ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഇപ്പം നമ്മളുള്ള ഇന്ത്യയിലെ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പം മറ്റുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും രാജ്യത്തെ ടൈം നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിപ്പം പാസ്റ്റിലെ ടൈം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലെ ഒരു ടൈം ആയിക്കോട്ടെ, അതിലെ കൃത്യമായിട്ടുള്ള ടൈമിങ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഓറ. ഇതിൽ ആദ്യം തന്നെ നമ്മൾക്ക് വേണ്ട രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളുടെ ടൈമാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എനിക്ക് വേണ്ട രാജ്യങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഇവിടെ കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബാർ കാണാൻ സാധിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് സ്ക്രോൾ ചെയ്യാം. സോ -12 ഹവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ടൈം സോണാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പഴയ ടൈം, അതായത് ഇന്നലെ രാത്രി 11:32 അവിടുത്തെ ടൈം സോൺ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ടൈമിലുണ്ടായിരുന്ന ടൈം കാണാൻ സാധിക്കും. ഇന്നലത്തെ സമയമാണ് ഈ കാണുന്നത്. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഇനി ഫ്യൂച്ചറിലുള്ള നമ്മൾ ഒരു ടൈം പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 7:30 ആകുമ്പം നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ എത്ര ആകും എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. വൺസ് നിങ്ങൾ റീസെറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കറണ്ട് ടൈം സോണിലേക്ക് വരുന്നതായിരിക്കും. ഇനി ഇതിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊരു ഗ്ലോബ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഗ്ലോബ്
നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് നമുക്ക് കാണാം ഓരോ രാജ്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ രാജ്യങ്ങളും അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ ആ ഒരു ടൈം ട്രാവൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ലൈഡർ ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് ആ ഒരു പഴയ ടൈമും അതോടൊപ്പം ഇനി വരാൻ പോകുന്ന ടൈം സോണുകളും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. പെട്ടെന്ന് നമുക്കൊരു സമയം ചോദിച്ചാൽ, ആരെങ്കിലും ചോദിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും. ഇതിലെ 5ാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു ടാസ്കുകൾ മാനേജ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ നോട്ട് കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഇനി മുന്നോട്ടുള്ള ഈ ഒരു വർഷത്തെ ദിവസങ്ങൾ എത്രയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ദിവസങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഫണ്ണി ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ലെഫ്റ്റ്. സോ ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിൽ നിങ്ങൾക്ക് കാണാം 2025 നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 246 ദിവസങ്ങൾ ഇനി മിച്ചമുണ്ട്. ഇനി വർഷം എഴുതിയിരിക്കുന്ന ആ ഓപ്ഷനിൽ ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാസത്തിലേക്ക് ചുരുങ്ങുന്ന കാണാൻ സാധിക്കും. ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ നമുക്ക് ഈ ഒരു ഏപ്രിൽ തീരാൻ. ഇന്നിപ്പം 29-ാം തീയതിയാണ്. സോ അങ്ങനെ നമുക്ക് ഒരു വർഷം അതുപോലെ നമുക്കൊരു മാസം ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് എന്തിനാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരം അതിന് പറയാനില്ല. പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഈ ഒരു വിജിറ്റ്സ്, ഇതിനൊരു പ്രത്യേക വിജിറ്റ് ഉണ്ട്. ഇതിലൂടെ നമുക്ക് ഒരു വർഷം അല്ലെന്നുണ്ടെങ്കിൽ മാസം അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടാൻ പോകുന്നത് ചില പ്രത്യേക സിറ്റുവേഷൻസിലായിരിക്കും. അതായത് നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്ത് തീർത്തു എന്നൊക്കെ തോന്നുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ വിജിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് വളരെ കുറച്ച് സമയങ്ങളുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യാൻ ചിലപ്പം കുറച്ച് ഇൻസ്പിറേഷൻ ഇതിലൂടെ ലഭിച്ചേക്കും. ഇനി ഇതിലെ അവസാനത്തെയും 6ാമത്തെയും ആപ്ലിക്കേഷനാണ്. ഇത് ഉപകാരപ്പെടുന്നത് പ്രത്യേകിച്ചും ഡൈനാമിക് ഐലൻഡ് ഉള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നവർക്കാണ്. അതാണ് ഡൈനാമിക് നോട്ട്. നമുക്ക് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ നോട്ടുകൾ സേവ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ടാസ്കുകൾ പെട്ടെന്ന് നമുക്ക് കാണാനും അത് ഓർത്തെടുക്കാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡൈനാമിക് നോട്ട്. സോ ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് 3-4 ടാസ്കുകൾ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ഐറ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടാസ്ക് ഇവിടെ നമുക്ക് അസൈൻ ചെയ്യാം. റീൽസ് എന്ന് ഞാൻ ആഡ് ചെയ്തു. ഇനി ആഡ് ചെയ്ത ടാസ്ക് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ടാസ്ക് നമുക്ക് റീ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് ചേഞ്ചസ് ആണോ വരുത്തേണ്ടത് അത് ചെയ്ത് കൊടുക്കാം. അതുപോലെ ടാസ്കുകളെ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എനേബിൾ ലൈവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ദെൻ ഇവിടെ എക്സിറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഡൈനാമിക് ഐലൻഡിൽ നമ്മൾ ഈവൻ നമ്മളുടെ ഡിവൈസ് ലോക്ക് ചെയ്താൽ പോലും നമ്മളുടെ ഈ ലൈവ് ആക്ടിവിറ്റി ഓപ്ഷനിൽ വന്ന് കിടക്കും. അങ്ങനെ നമുക്ക് അടുത്ത ഓരോ ടാസ്കുകളും ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടുന്ന് മിസ്സാകുന്നത് നമുക്ക് നമ്മുടെ ഡൈനാമിക് ഐലൻഡിൽ പെട്ടെന്ന് ഒരാൾ നോക്കുമ്പം ഡൈനാമിക് ഐലൻഡിൽ ഇതിങ്ങനെ തെളിഞ്ഞിരിക്കുന്നത് കാണാം. സോ അതിൽ നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടാസ്കുകൾ നമുക്ക് കാണാനും ഇനി കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്കുകൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം കോപ്പി ചെയ്യേണ്ട എന്തെങ്കിലും ടാസ്കുകളാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇവിടുന്ന് ഓരോ ടാസ്കുകൾ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോയിൽ നമ്മൾ മുന്നേ ലോക്ക് സ്ക്രീനിൽ കണ്ട പോലെ തന്നെ ആരോയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടാസ്കുകൾ കാണാനും അസൈൻ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്കുകൾ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇനി ഈ ലൈവ് ആക്ടിവിറ്റി ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വീണ്ടും ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് അത് ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പ്രീവിയസ്ലി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കയറി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.